അപ്ലോഡ് ആക്കണം അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടുള്ള നിൽക്കും. നമ്മളെ ചില സാഹചര്യങ്ങൾ അത് പറ്റുന്നില്ലല്ലോ അല്ലേ. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇക്കാക്ക് സുഖമില്ലാതെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ അതായി. പിന്നെ മക്കളുണ്ട് ഓരോ കാര്യമെല്ലാം നോക്കണം. അതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോ ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും സമയത്തിന് പറ്റുന്നില്ല. പിന്നെന്താ പറഞ്ഞാൽ കസിൻ്റെ വൈഫ് കുഞ്ഞെല്ലാം ഉണ്ടായിനിടെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അവളെയൊക്കെ കുറേ ആളായില്ല നമ്മളെ പുരയിൽ തന്നെ കുറച്ച് ആളുണ്ടല്ലോ, നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം ആയിട്ട് കുറച്ച് തിരക്കായി. അപ്പോൾ മോൻ്റെ ഞാൻ ഡ്രസ്സ് തിരിച്ച് കൊടുക്കാൻ പോയിട്ടുണ്ടായിന്. അപ്പോൾ എന്താ പറയുന്നത് മാറ്റാൻ പോയിട്ടുണ്ടായിന്, കുറച്ച് വലുതായി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പോയിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് സാധനമെല്ലാം എടുത്ത് ബാഗ് അത് ഇതെല്ലാം എടുക്കാനെല്ലാം ഉണ്ടായിന്. അങ്ങനെയെല്ലാം എടുത്തിന്. അപ്പോൾ അതിലെല്ലാം എടുത്ത കുറച്ച് വീഡിയോസും അങ്ങനെയെല്ലാം എടുത്തിട്ട് എല്ലാം വെച്ചിട്ടുണ്ടായിന്. പക്ഷെ ഒന്നും എനിക്ക് തീരെ ടൈം കിട്ടിയില്ല ഇടാനോ ഒന്നും അപ്ലോഡ് ചെയ്യാനോ ഒന്നും. വിചാരിക്കുന്ന പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ ചില സമയങ്ങളിലല്ലേ. സബ്സ്ക്രൈബർ ചെയ്യാൻ നിങ്ങളെ കുറേ സബ്സ്ക്രൈബർ ഞാൻ നിങ്ങളെ ബ്ലോഗ് കാണലുണ്ട്. എടുക്ക് മുഴുവൻ നോക്കലില്ല, ഇടക്കിടക്ക് നോക്കണോ. ഒന്ന് രണ്ടോട്ടല്ലോ 4-5 ആളിലും വന്നിട്ട് ചെല്ലും മമ്മീനോട്. അങ്ങനെ സന്തോഷമായിട്ട് ചെല്ലുന്നിടാ. അങ്ങനെയല്ല ചെല്ലലെല്ലാം ഉണ്ട്. ഓ എക്സ്ക്യൂസ് മീ, ഞാൻ സീലിംഗ് ഫാനാണ്. സീലിംഗ് ഫാൻ എന്ത് മമ്മി? നീ ബിഗ് ഫാൻ, ഞാൻ സീലിംഗ് ഫാൻ. എന്ത് മമ്മി? എത്ര ഇത്? ഇതിനെത്രടാ പൈസ ഓൺലൈനിലോട്ട്? അല്ലല്ല നേരെ കിട്ടി ഞങ്ങൾക്ക്. ഇതൊക്കെ വേണം അതിന്. ഇത് നല്ല ഉണ്ടല്ലേ. ഇതിലുള്ള മൊയിലോ നോക്കിയോ. ഇല്ലല്ലോ കുറേ എല്ലാം നല്ല ഉണ്ട്. നല്ലേ ഇപ്പൊ ഇത് നോമ്പിൻ്റെതാണ് ഇതെല്ലാം. അതുകൊണ്ട് അങ്ങനെ നോക്കുന്നത്. എല്ലാം വന്ന് ക്യാൻഡിൽ കത്തുന്നു അല്ലേ. എവിടെ വെക്കുന്നത് ഇതിനാകെ ഉണ്ട്. എത്ര അറിയോ? 39 dirhams. ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ. ഇതാ എന്നോ നോമ്പിന് സർവത്ത് കൂട്ടാൻ ചോദിച്ചോ അവളോട്. ബോക്സിൻ്റെ ഇത് ഇതാ 600. അറിയോ വെയിറ്റ് നല്ല ഉണ്ടറിയോ. ഒന്ന് നെയ്ച്ചോറ് കറി എല്ലാം ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈ ആക്കാം, ചായയും വെക്കാം, എല്ലാം ആക്കാം. അങ്ങനെ തന്നെ കയ്യിലുണ്ട്. അതല്ല ഞാൻ വേറെ ഒന്ന് കണ്ടിട്ടുണ്ടായിന്. അതാ നോക്കുന്ന. അത് വേറെ. ഞാൻ പിന്നെയും ഹോം സെൻറ്ററിൽ പോയിട്ടുണ്ടായിന്. എന്താ പറഞ്ഞാൽ എനിക്ക് ഇത് കംഫർട്ടല്ലേ ഇല്ല മോനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു 5 മാസമാണ് ഉള്ളത് കല്യാണത്തിന്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വെക്കണം അതിന്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം നോക്കിന്. അപ്പോൾ പോയപ്പോൾ തന്നെ നമുക്കതെല്ലാം നോക്കാമല്ലോ എന്ന് അറിയിച്ച് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഓൺലൈനിൽ എടുക്കുന്നതിനേക്കാളും ഇങ്ങനെ പോയിട്ടെങ്കിൽ നമുക്ക് പലതും കാണുമല്ലോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സെറ്റാക്കിയിട്ട് തന്നെ ഓരോ ബെഡും വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം ഞാൻ കണ്ടിട്ട് ഞാൻ ലൈറ്റ് കളറെല്ലാം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനത്തെ എല്ലാം കുറേ നോക്കിന്. കുറേയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ കുറേ വീഡിയോ എടുത്തെങ്കിൽ അത് കുറേ ലെങ്ത്തായി പോകുമല്ലോ. അങ്ങനെ കുറേ എല്ലാം കണ്ടിന്. അങ്ങനെ കുറേ നമുക്കില്ല അത് എന്ത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ഈ ഒരു ചട്ടി കണ്ടിട്ടുണ്ടായിന്. അതെനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. പോയിട്ട് നോക്കുമ്പോഴേക്ക് ആഗ്രഹമുണ്ട്, സെറ്റാണ് വരുന്നത്. അതിന് നല്ല വിലയുണ്ടായിന്. ഞാൻ ചോദിച്ചെന്താ അറിയാം, ഇത് കൊണ്ടെങ്കിൽ ഒരു വറവ് ഒരു സാമ്പാറോ പോലെ. Before 129 sir. Offer today 89 only. Very fast, very easy. Beetroot. You want to mix your salad. Alright, yeah. Kids breadcrumbs. Yeah. Nuts, cashew nuts. Even though same അല്ലേ? Same blade. Okay, you can make powder easy. എങ്ങനെ മെഷീനിൽ ഇട്ടത്? Madam, this one is
pre together, sir. അതെ അതിൻ്റെ 2 blade abik. നല്ല ഉണ്ടല്ലേ Good for you, especially now, Ramadan. 89 എടുക്കാലേ now, sir. എടുത്തോ. അങ്ങനെ ഞമ്മ 1-2-3 സാധനമെല്ലാം വാടുന്ന് വാങ്ങിന്. പിന്നെ കുറച്ച് പൈനാപ്പിൾ വാങ്ങി. നല്ല മണം ഉണ്ടായിന് അതിൽ പോകുമ്പോഴത്തേക്കിന്. അല്ലാതെ ഞാനത് നോക്കറിയില്ല. അപ്പോൾ അതിൽ നല്ലതാന്ന് പറഞ്ഞിന്. കുറേ ഞാൻ കണ്ടിന് പൈനാപ്പിൾ ഇങ്ങനെ ഇളം പഴുത്തത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുടിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് നല്ലതെന്നല്ല. പക്ഷേ ഇത് ചൂടുവെള്ളത്തിലിടാനൊന്നും കിട്ടിയിട്ടില്ല. നല്ല പഴുത്തതായിരുന്നു. അപ്പന്നെ കുറേ തിന്നു. അയാളില്ലേ നമുക്ക് അപ്പന്നെ തന്നിന് മുറിച്ചിട്ട്. പിള്ളേരെല്ലാം കണ്ടിട്ട് അപ്പോൾ അപ്പന്നെ തന്നെ നമുക്ക് ഞമ്മന്നെ വാങ്ങിയത്. പിന്നെ മോൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ട്രീറ്റ് ഒന്നും കൊടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് ഓന് ചോദിച്ചാൽ KFC തന്നാൽ മതി മമ്മി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ KFC അവിടെ തന്നെ ഞമ്മ അവിടെ തന്നെ കഴിച്ചിട്ടെല്ലാം വന്നിന്. ഇതെന്താക്കുന്നത് പൂച്ചുണ്ട് അതോടെയൊക്കെ പാട്ടിനുള്ളിലുണ്ട്. അങ്ങനെ പുറക്ക് വന്നിട്ട് അശു അതെല്ലാം ഫിറ്റാക്കുന്നുണ്ട്. ഞാൻ ഈ കാണിച്ചിനല്ലോ നമ്മൾ സർവത്തെല്ലാം കൂട്ടുന്നില്ലേ നോമ്പിനല്ലോ. സർവത്ത് കൂട്ടാൻ നമുക്ക് വെള്ളം അല്ല ഇങ്ങനെ കുറച്ച് വെജെല്ലാം ഇട്ടിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചാൽ നല്ലതല്ലേ. അങ്ങനെ ബീട്രൂട്ട് അത് ഇതെല്ലാം ഇട്ടെങ്കിട്ട് കുടിച്ചെങ്കിൽ നമുക്ക് നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ഞാൻ ഇട്ട് വെച്ചിന്. പിന്നെ നോമ്പിന് നമുക്ക് സർവത്തെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൽ കൂട്ടാമല്ലോ. മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് കുറേ വർഷം മുമ്പ് ഒരു ജാറിൻ്റെതാണ്. ഇത് 2 ജാറ് നമുക്ക് 2 തരാക്കിയിട്ട് ഒന്ന് വെള്ളം കൂട്ടിയേക്കാം ഒന്നിങ്ങനെ ആക്കാം. അപ്പം മഴയെല്ലാം പെയ്തിന് ചെറുതായിട്ട്. പിന്നെ നമ്മൾ ഈ മിഷ്യൻ കൊടുന്നില്ലേ ഇതിലും നമ്മളെല്ലാം നോക്കി നല്ല അതിനറിയാം. പിന്നെ നമ്മളുടെ സലാഡ് തന്നെയായി. എല്ലാ ദിവസവും എല്ലാ നേരവും സലാഡായി. കുറച്ച് ഡയറ്റിൻ്റെ ആളുണ്ടല്ലോ നമ്മളെ പുരയിൽ. സക്സസ് പൈസ ഇത് കുക്കുംബർ ഇത് സലാഡല്ല. ഇതൊക്കെ ബറവാക്കാനാ. ഉള്ളി വേണം. ഇത് പീടല്ല ഇത് പച്ചക്കറി കളയാൻ. ഞാൻ അയാളെന്നെ ഇങ്ങനെ കളി നടും ബേജാറായിന്. അയാളെന്നെ കറക്കിയിരുന്നത് ഇതാണ് സംഭ്രമമാണ്. നല്ലൊരു ഇതാണ്. ഞാനാക്കുന്നില്ല ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ എളുപ്പത്തിൽ ബീട്രൂട്ട് മുറിച്ചിട്ടായി. നമ്മളെ സലാഡും റെഡിയായി. ഇക്കാക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കഞ്ഞി കൊടുക്കണം അതിന്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ വറവെല്ലാം പെട്ടെന്നുണ്ടായി. ബീട്രൂട്ട് മുറിക്കാൻ എനിക്ക് വലിയ പണിയാണ്. അപ്പോൾ ഇത് കിട്ടിയതോട്ടില്ലേ അതൊരു ഗുണം കിട്ടി. നമ്മളെ മറ്റേലെല്ലാം ഈ കറണ്ടിൽ കുത്തിയിട്ട് ഇതാക്കുന്നില്ല അതെല്ലാം ഉണ്ട്. പക്ഷേ അത് നമ്മളുടെ കറണ്ട് പോക്കില്ല ദുബൈയിൽ. എന്നാലും നമുക്ക് ചിലപ്പോൾ മടിയാവും. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അട വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ ഇക്കാക്ക് അങ്ങനെ കഞ്ഞിയും ബീട്രൂട്ട് കറിയെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനില്ലേ കുറച്ച് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയിട്ടേ ഇല്ല. അതിൻ്റെ ഇടയിൽ ചിക്കൻ കറി റെഡിയാകുന്നുണ്ട് അപ്പുറത്ത് തന്നെ രാവിലത്തേക്കുള്ളത്. അങ്ങനെ അപ്പോൾ രാത്രിയാണ് ഞാൻ ഇതുണ്ടാക്കിയത് പുഡിങ് ഉണ്ടാക്കിയത്. ഞാനാണ് അല്ല ഇത് എടുത്ത് പോണ്ടത് ദുബൈയിൽ തന്നെയാ വിയറ്റ്നാമിലെ ഇവിടെ വിയറ്റ്നാമിലെ പോണ്ടത്. നമുക്ക് പൊണ്ട എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ ഇതില്ലേ പൊണ്ട ഉള്ളത് അളന്നീർ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഞാൻ ചെല്ലലുണ്ട്. വിയറ്റ്നാമിലുള്ള ആൾ പൊണ്ട കുടിക്കലില്ലേ അവർ കുടിക്കുന്നത് തന്നെയല്ലേ ഇത്. ഞാൻ മുന്നേ നിരിക്കല അങ്ങനെയാന്തോ ഇങ്ങനെയാന്തോ എന്നുള്ളത്. അതിൻ്റെ വെള്ളം ഇല്ലേ വെള്ളം ഇതിലേക്ക് വെച്ചിട്ടാ വെള്ളം വേണോ ഇതിലേക്ക് വയ്ക്കാനേ. നമ്മളെ കൊണ്ടത്തിൽ വെള്ളം ഞാൻ ഈ പുഡിങ്ങില്ലേ എനിക്ക് നാട്ടിൽ നിന്നല്ലോ മോൻ്റെ പെണ്ണിൻ്റെ പുരയെന്നല്ലോ അന്ന് കൊടുത്തയച്ച് ഞാൻ കാണിച്ചിനല്ലോ. പിന്നെ നാട്ടിൽ പോയെങ്കിലും വിരുന്നിന് അങ്ങനെ ഇങ്ങനെ ഫങ്ഷനെല്ലാം ഞാൻ കഴിച്ചിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പുഡിങ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടേ ഇല്ല. ഇതില്ലേ നമ്മൾ പൊണ്ടം കൊടുത്തിട്ട് അല്ലെങ്കിൽ പൊണ്ടത്തിൽ ഇങ്ങനെ കാമ്പുണ്ടാവില്ല കൊണ്ടുവന്നെങ്കിൽ അപ്പോൾ അതിന് കിട്ടില്ല. അപ്പോൾ പിന്നെ അതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഈ ഒരു പൊണ്ടം കൊടുത്തിട്ട് ഇതിൽ തന്നെ നമുക്ക് ഫുൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിന്. നല്ല വെള്ളം ഉണ്ടായിന്.
പിന്നെ അതിന് നല്ല കാമ്പുണ്ടായിന് അങ്ങനെ. പിന്നെ അതുമല്ലാതെ നമുക്ക് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങില്ല, വേറെ ഇല്ലാതെ തന്നെ പറയും ഞാൻ. അത്ര പെട്ടെന്ന് ഉണ്ടാക്കിന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ട് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം തന്നെ സെറ്റായി. ഞാൻ പിന്നെ നല്ലോണം തണുപ്പിച്ചിട്ടൊന്നുമില്ല. ഒന്നാമത് ഇക്കാക്കെല്ലാം നല്ല കഫക്കെട്ടും അങ്ങനെയെല്ലാം ഉണ്ടായിന്. രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒപ്പം തന്നെ കൊടുത്തിന്. അപ്പം തന്നെ കാലം ചെയ്തറിഞ്ഞിട്ട് അത്ര ടേസ്റ്റും ഉണ്ടായിന്. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായിന്. പിന്നെ ഇതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഈ പുഡിങ് ഉണ്ടാക്കാൻ. പിന്നെ ഇല്ലേ ഞാൻ അന്ന് ഉണ്ടാക്കിയ പുഡിങ് അതും എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് രണ്ടാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ആളെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കില്ലേ പുഡിങ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല. ഒന്നാമത് ഉണ്ടാക്കാത്ത എന്താ പറഞ്ഞാലേ, ഉണ്ടാക്കിയത് നമ്മൾ തിന്നണമല്ലോ. ഞാൻ പറയുന്നല്ലോ ഇവിടെ കുറച്ച് മോനിക്കും ഇക്കാകല്ല കഫക്കെട്ട് ഉണ്ടായിന്. ഇപ്പം എല്ലായിടത്തും നോർമലി ഉണ്ടതല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുഡിങ് ഉണ്ടാക്കിയാൽ അത് തണുപ്പിച്ചിട്ട് എല്ലാവരും തിന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇനി അടുത്ത വീഡിയോ എല്ലാം വേണ്ടി ഞാനത് ഉണ്ടാക്കിയിട്ട് ഇടാം. അത് നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന പുഡിങ് തന്നെ, എന്നാലും ഞാനിടാം. ഞാൻ അങ്ങനെ പുഡിങ് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല, അങ്ങനെ അത്ര വലിയ അറിയുന്ന ആളൊന്നുമല്ല. എന്നാലിപ്പോൾ ഒരു കിലോ ഞാൻ ഉണ്ടാക്കുന്ന അത്ര തന്നെ. എനിക്കിഷ്ടമാണ് കഴിക്കാനും. നാട്ടിൽ പോയെങ്കിൽ നമുക്കിങ്ങനെ പുഡിങ്ങെല്ലാം കിട്ടല് അല്ലേ. ഈടെ അങ്ങനെ പുഡിങ്ങൊന്നും കിട്ടും നമ്മൾ ഉണ്ടാക്കിയല്ലേ, അല്ലാതെ നമുക്കിടെ വിരുന്നോ മറ്റത് അത് ഇതൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇതില്ലേ പെട്ടെന്ന് ഞാൻ സെറ്റാക്കി വെച്ചിട്ട് ഒരു എന്താ പറയുന്ന ഒരു 5 മിനിറ്റ് അത്ര തന്നെ അപ്പോഴേക്ക് തന്നെ ഇത് സെറ്റായി കിട്ടീന്. പിന്നെ ഇത് ഈ നമ്മതിൻ്റെ ഒരു എന്താ പറയുന്ന എല്ലാം മിക്സിങ് ഇല്ലേ, ഫ്രഷ് ക്രീമും ഈൻ്റെ പൊണ്ടും ഇളനീരിൻ്റെ കാമ്പും എല്ലാം ഇട്ടിട്ടുള്ള മിൽക്ക് മെയ്ഡും പാലും എല്ലാം ഒഴിച്ചിട്ടുള്ള ഒരു മിക്സ് ഇല്ലേ, ഇതിലേക്ക് ഇതിട്ടിട്ടില്ലേ, ഇത് കാണാൻ തന്നെ ഒരു മൊഞ്ചില്ലേ. ഇതിട്ടിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പം ഞാനില്ലേ ഉണ്ടാക്കിയിട്ട് ഇക്കാക്ക് കൊടുത്തിട്ടാകുമ്പോൾ ഇക്ക പറഞ്ഞു നല്ല ടേസ്റ്റായെന്ന് പറഞ്ഞു. പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ എന്തും ഇട്ടിട്ടില്ല. ഇതിലേക്ക് ഞാൻ അന്നെല്ലാം ആടുന്ന് കൊടുന്നതിൽ എന്താ പറയുന്ന എന്തോ ചിയാ സീഡ്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിന്. അപ്പം ഇട്ടിട്ട് അപ്പോൾ പിന്നെ കസിൻ്റെ വൈഫെല്ലാം ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ വന്ന് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗ് പെട്ടെന്ന് തന്നെ വരാവേ ഇൻഷാ അല്ലാ.